ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഏത് നേരം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗി ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ മാഗി വേവിച്ചെടുക്കാനായിട്ട് 2 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ചെറിയ പാക്കറ്റ് മാഗി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിക്കാതെ ചേർക്കണമെങ്കിലും അങ്ങനെ ചേർക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റ് മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ മാഗി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്, ഒരു 90% വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാഗി അത്യാവശ്യം നന്നായിട്ട് കുക്കായി ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടുത്തതായിട്ട് ഒരു ബൗളെടുത്ത് അതിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പച്ചമുളകാണ് ചേർത്തത്. പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം. ഇതിൽ ചേർക്കുന്നതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇതിലോട്ട് ഇത്ര ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും മുഴുവനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ഒരു പാന് നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടായി വന്നിട്ടാകുമ്പോൾ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാഗിയുടെയും മുട്ടയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്ത ശേഷം പിന്നെ ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് സെറ്റായി കിട്ടും. പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ വശം കൂടി ഒരു 2-3 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ വീഡിയോ എടുത്തിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ മാഗി ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.